തമിഴ്നാട് പഴനിയിൽ മൃഗങ്ങളെ വേട്ടയാടാൻ ശ്രമിച്ച കേസിൽ 4 മലയാളികൾ ഉൾപ്പെടെ 7 പേർ പിടിയിൽ. തോക്കും തിരകളും 2 കാറുകളും പിടികൂടി. വനംവകുപ്പ് പെട്രോളിംഗ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മുഹമ്മദ് റഹീസ്, ഈ മലയാളികൾ ഉൾപ്പെടെയുള്ള സംഘത്തെ എവിടെ നിന്നാണ് പോലീസ് പിടികൂടിയത്? കീർത്തന, പളനിയിൽ നിന്നും കൊടൈക്കനാലിലേക്കുള്ള റോഡിൽ അതിന്റെ ഒരു വശം മുഴുവൻ കാടാണ്. ഈ വനമേഖലയിൽ വെച്ചിട്ടാണ് ഇവരെ ഇന്ന് വൈകിട്ടോടു കൂടി പിടികൂടുന്നത്. ഇന്ന് വൈകിട്ട് ഇവിടെ ഫോറസ്റ്റിന്റെ ഒരു പെട്രോളിംഗ് സംഘം അവിടെ പെട്രോളിംഗ് നടത്തുകയുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് സംശയാസ്പദമായ രീതിയിൽ 7 പേരെ ചോദ്യം ചെയ്തത്. ആ 7 പേരാണ് പിന്നീട് ഇവരുടെ കയ്യിൽ തോക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇത് ലൈസൻസ് ഇല്ലാത്ത തോക്കാണ്. ഒപ്പം തന്നെ തിരകളും ഇവരുടെ കാറും ഒക്കെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണ് ഉണ്ടായത്. വനം വകുപ്പ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് പോലീസിന് കൈമാറി. അബ്ദുൽ ലത്തീഫ്, നഹാസ്, റഫീഖ്, മുസ്തഫ എന്നീ 4 പേരാണ് കേരളത്തിൽ നിന്നുള്ളവർ. ഒപ്പം തന്നെ 3 പേർ തമിഴ്നാട് സ്വദേശികളുണ്ട്. ഷെയ്ഖ് അബ്ദുള്ള, പേച്ചിമുത്തു, ഒപ്പം തന്നെ കർണൻ. അങ്ങനെയുള്ള 7 അംഗ സംഘമാണ് ഇവിടെ സംശയാസ്പദമായ രീതിയിൽ കാണുന്നത്. ഈ മേഖലയിൽ ഇതുപോലെ തോക്കില്ലാതെ വരികയും ലൈസൻസ് ഇല്ലാത്ത തോക്ക് കൊണ്ടൊക്കെ നിരന്തരം മൃഗങ്ങളെ വേട്ടയാടുന്ന സംഘങ്ങൾ എത്താറുള്ള സ്ഥലമാണ്. അവിടെ വെച്ചിട്ടാണ് ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഇവരിൽ നിന്നും 6 ബുള്ളറ്റുകളാണ് കൈക്കലാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ 2 കാർ, അത് കേരള രജിസ്ട്രേഷൻ വാഹനങ്ങളാണ്. ഇത് ഫോറസ്റ്റ് പിടികൂടി പളനി അടിവാരം പോലീസിന് കൈമാറിയിട്ടുണ്ട്. നിലവിൽ ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഇവരെ നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയുന്നത്. കീർത്തന, ശരി. പഴനിയിൽ മൃഗവേട്ടയ്ക്ക് ശ്രമിച്ച മലയാളികൾ അടക്കമുള്ള സംഘത്തെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. മുഹമ്മദ് റഹീസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.